കില്ലർ ബീൻ സിനിമ അവസാനിച്ചത് ഈ ഒരു സീനിലാണ്. പിന്നീട് ബാക്കി എന്ത് സംഭവിച്ചു എന്ന് മറ്റൊരു സിനിമ ഇറങ്ങിയില്ലെങ്കിലും 2 എപ്പിസോഡുകളായി പുറത്തിറക്കിയിരുന്നു. പിന്നെ നിങ്ങൾ കാണാത്തൊരു സീനുണ്ട്. ഇത് ശരിക്കും സിനിമയിലില്ല. ഇനി സീരീസിലേക്ക് പ്ലാൻ ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല. അതായത് നമ്മുടെ ചൈനക്കാരൻ ശരിക്കും ചത്തിട്ടില്ല. സിനിമയിൽ നമ്മൾ കാണുന്നത് എന്ത് ചെയ്തിട്ടും ചൈനയെ ഇടിക്കാൻ പറ്റുന്നില്ല. ചൈന കൊരങ്ങ പോകുന്നത് പോലെ പോവുകയാണ്. ലാസ്റ്റ് കില്ലർ ബീൻ ഒരു ഉണ്ട മേലേക്ക് എറിഞ്ഞു. വില്ലൻ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തു. പെട്ടെന്ന് കില്ലർ ബീൻ ആ ഒരു ഉണ്ടയിലേക്ക് ഷൂട്ട് ചെയ്തു. അതിന്റെ ഒരു പീസ് വില്ലന്റെ മേത്ത് കൊണ്ടു. അങ്ങനെ ചൈന സമാധിയായി. ഇതാണ് നമ്മൾ സിനിമയിൽ കണ്ടത്. പിന്നീട് 13 കൊല്ലത്തിന് ശേഷമാണ് കില്ലർ ബീന്റെ സെക്കൻഡ് പാർട്ട് എപ്പിസോഡായി ഇറക്കാൻ പ്ലാൻ ചെയ്തത്. അതായത് 2021. പക്ഷെ ഇതിനു മുമ്പ് മറ്റൊരു സീൻ പുറത്തിറക്കി. അതായത് കില്ലർ ബീനും ചൈനയും തമ്മിലുള്ള ഫൈറ്റ് 4K ആയി പുറത്തിറക്കി. പക്ഷെ പുതിയൊരു സീൻ കൂടി ആഡ് ചെയ്തു. അതായത് ഫൈറ്റ് കഴിഞ്ഞ് ഇവിടെ ചൈന വീണു. അങ്ങനെ കില്ലർ ബീൻ പോയി. പെട്ടെന്ന് ആരോ ടെലപ്പോർട്ട് ചെയ്ത് കറക്റ്റ് ജയിലിലേക്ക് തന്നെ വന്നു. അങ്ങനെ ചൈനയുടെ അടുത്തേക്ക് പോകുന്നു. മിക്കവാറും ഇവൻ കില്ലർ ബീൻ കൊല്ലാൻ പോകുന്ന ആ ഒരു ഷേഡോ ഏജൻസിയുടെ ആളായിരിക്കാം. പിന്നീട് കാണിക്കുന്നത് ചൈന കട്ടിലിൽ കിടക്കുന്നു. അങ്ങനെ ചൈനയിലേക്ക് സൂം ചെയ്യുന്നു. പെട്ടെന്ന് ചൈന കണ്ണു തുറന്നു. ഇവര് ചിലപ്പോൾ ഉദ്ദേശിച്ചത് ചൈനയെ ഷേഡോ ഏജൻസി രക്ഷിച്ചു. കില്ലർ ബീനും ചൈനയുമായി ഇനിയും ഒരു ഫൈറ്റ് ബാക്കിയുണ്ടെന്നായിരിക്കാം. അതായത് ചൈന ഒരു വരവ് കൂടി വരുമെന്ന്. സെയിം വർഷം തന്നെ കില്ലർ ബീന്റെ ആദ്യ എപ്പിസോഡ് പുറത്തിറക്കി. ഇത് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ഗുണ്ടകൾ ഇരുന്ന് സംസാരിക്കുന്നു. അവര് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ബോസിനെ ആരോ തട്ടി. ഒരുത്തൻ ചോദിക്കുന്നു, ഇനി നമുക്ക് ആര് ശമ്പളം തരൂടാന്ന്. ബോസിനെ നമ്മൾ സിനിമയിൽ കണ്ടതാണ്. ഈ ഒരു ബോസിന്റെ ഗുണ്ടാ മരുമോനായിരുന്നു നല്ല സൗണ്ടിൽ പാട്ട് വെച്ച് ഡാൻസ് കളിച്ചത്. അങ്ങനെ കില്ലർ ബീൻ അവനെ തട്ടി. പക്ഷെ ബോസിനെ തട്ടിയത് കില്ലർ ബീനല്ല. കില്ലർ ബീനെ പിടിക്കാൻ ബോസും ബോസിന്റെ ഗുണ്ടയായ വാഗനും വന്നു. ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ടവനാണ് വാഗൺ. കില്ലർ ബീനും വാഗണും ഫൈറ്റ് ചെയ്യുമ്പോൾ ബോസ് വാഗണെ വെറുതെ ഇങ്ങനെ പറഞ്ഞു, നീ കാരണോടെ ഇതൊക്കെ നടന്നേന്ന്. അങ്ങനെ ബോസും ചത്തു. പിന്നീട് കില്ലർ ബീൻ വാഗണയും തട്ടി. പക്ഷെ നമ്മുടെ ഗുണ്ടകൾക്ക് വാഗണാണ് ബോസിനെ തട്ടിയതെന്ന് അറിയില്ല. പക്ഷെ ബോസിന്റെ മരുമോനെ തട്ടിയത് അത് കില്ലർ ബീനാണെന്ന് അറിയാം. ഇവരിതിങ്ങനെ പറയുകയാണ്: കില്ലർ ബീൻ മരുമോന്റെ അടുത്ത് കാർ ഓടിച്ചു കയറ്റി അവിടെയുള്ള എല്ലാരെയും തട്ടി. അവന്റെ പേര് തന്നെ കില്ലർ ബീൻ എന്നാണ്. ബോസിനെയും തട്ടിയത് അവൻ തന്നെയായിരിക്കും. പെട്ടെന്നൊരു ലേഡി ബീൻ ഇങ്ങനെ പറയുകയാണ്: ആ വാഗൺ അവിടെ പോയി. അവൻ ബോസിന്റെ ടോപ്പ് ബീനായിരുന്നു. ചിലപ്പോൾ അവൻ നമുക്ക് ശമ്പളം തന്നാലോ. പെട്ടെന്ന് ഇവരെല്ലാം ഞെട്ടി ആ ലേഡി ബീനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. എന്താടാ നീയൊക്കെ എന്നെ നോക്കുന്നതെന്ന് ലേഡി ബീൻ ചോദിക്കുന്നു. ഇവര് ചോദിക്കുന്നു, ഈ ഒരു യൂണിവേഴ്സിൽ ലേഡി ബീനൊക്കെ ഉണ്ടായിരുന്നോ? ശരിയാണ്, നമ്മൾ ഈ സിനിമ തുടക്കം മുതലേ നോക്കിയാൽ ലേഡി ബീൻസിനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ലേഡി ബീൻ പറയുന്നു, നീയൊക്കെ എവിടെ നോക്കി നടക്കിയിരുന്നു? ഞങ്ങളൊക്കെ തുടക്കം മുതലേ ഉണ്ട്. പിന്നീട് ഉമാർ ചിന്തിക്കുന്നത് പോലെ കാണിക്കുന്നു. കില്ലർ ബീൻ സിനിമയിലെ ഓരോ സീനും കാണിക്കുന്നു. സംഭവം ശരിയാണ്, ഇതിൽ തുടക്കം മുതലേ ലേഡി ബീൻസ് ഉണ്ട്. നമ്മൾ ആരും ഇതങ്ങനെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇവര് പറയുകയാണ്, അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിപ്പോൾ ആരെങ്കിലും ശമ്പളം തരണോന്ന്. ആ വൃത്തികെട്ടവൻ കില്ലർ ബീൻ, അവൻ കാരണമാണ് ഇതെല്ലാം നടന്നത്. അവനെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒരു റിവാർഡ് തരാതിരിക്കില്ല. ഈ ഒരു ബീം പറയുകയാണ്. പെട്ടെന്ന് മറ്റൊരു ബീം പറയുന്നു, എടാ നിങ്ങൾ ഇതുവരെ നടന്നൊന്നും കണ്ടില്ല. അവനെ തട്ടാൻ പോയവരെല്ലാം അവൻ തട്ടിയെന്ന്. പെട്ടെന്ന് ഈ ഒരു ബീം പറയുന്നു, എന്റെ ഡാഡി എപ്പോഴും എന്നോടൊരു കാര്യം പറയാറുണ്ട്. എന്താടാ ഡാഡി പറഞ്ഞതെന്ന് മറ്റേ ബീൻ ചോദിക്കുന്നു. അപ്പോൾ ഈ ബീൻ എണീറ്റ് വരുന്നു. എന്നിട്ട് പറയുന്നു, ഡാഡി പറഞ്ഞു നമ്മളൊരു കാര്യത്തിൽ തോറ്റാൽ എപ്പോഴും വീണ്ടും ശ്രമിക്കണമെന്ന്. ശേഷം കേട്ടോടാന്ന് ചോദിച്ച് മറ്റേ ബീന്റെ മോന്ത നോക്കി അടിക്കുന്നു. അവിടെ വെച്ച് കില്ലർ ബീൻ എന്ന ടൈപ്പ്. പിന്നീട് കില്ലർ ബീന്റെ എൻട്രി. കില്ലർ ബീൻ വണ്ടി ഓടിച്ച് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലെത്തി. അതിന്റെ ഡോറ് മിസൈൽ വെച്ച് പൊളിക്കുന്നു. അകത്തെ ഒരു സയന്റിസ്റ്റ് ബീൻ ഇരിക്കുന്നുണ്ട്. അവൻ പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് കില്ലർ ബീൻ മിസൈലുമായി മാസായി സ്ലോ മോഷനിൽ നടന്നു വരുന്നു. എന്നിട്ട് പറയുന്നു, വാതിൽ തുറക്കടാ, എനിക്ക് എന്റെ ഉണ്ട വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. സയന്റിസ്റ്റ് ബീം പറയുന്നു, നീ ചാവുന്നത് ഞാൻ ലൈവ് സ്ട്രീം ചെയ്യും. ആദ്യം എന്റെ മക്കളെ തോപ്പിക്കടാന്ന്. അങ്ങനെ ഒരുപാട് ഡ്രോൺസ് ആക്ടിവേറ്റ് ആക്കുന്നു. എന്റെ വെടിയുണ്ടകളായിരിക്കും നീ സ്ട്രീം ചെയ്യുക എന്ന് കില്ലർ ബീൻ പറയുന്നു. പിന്നീട് അവിടെ ഒരു മാസ് ഫൈറ്റ് സീൻ. കില്ലർ ബീന്റെ തോക്കെടുത്ത് എല്ലാ ഡ്രോണും മാസായി വെടിവെച്ചിട്ടു. പെട്ടെന്ന് ആ സയന്റിസ്റ്റ് ബാത്റൂമിൽ കയറി വാതിലടച്ചു. സയന്റിസ്റ്റ് പറഞ്ഞു, ഇതാർക്കും പൊളിക്കാൻ കഴിയില്ല. ഞാൻ ഇനി ഇത് തുറക്കാനേ പോണില്ല. ഈ റൂമിൽ 6 മാസത്തേക്കുള്ള തീറ്റയും വെള്ളമൊക്കെ ഉണ്ട്. വെറുതെ ടൈം കളയാതെ നീ പോടാന്ന്. ഇതും പോരാത്തതിന് ഇവിടെ വൈഫൈ ഉണ്ട്, ക്ലോസറ്റ് ഉണ്ട്, സെപ്റ്റി ടാങ്ക് വരെ ഉണ്ടെന്ന്. കില്ലർ ബീൻ നടന്നു വന്ന് ഒരു വൈഫൈ റൂട്ടറിലേക്ക് വെടിവെച്ചു. പെട്ടെന്ന് സയന്റിസ്റ്റ് വാതിൽ തുറന്നു. എന്തിനാടാ അത് ചെയ്തത്? വൈഫൈ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കില്ലർ ബീന് നേരത്തെ ഇവൻ അറിയാം. കില്ലർ ബീൻ പറഞ്ഞു, നീ പണ്ട് ഷേഡോ ഏജൻസിയിലുണ്ടായിരുന്നു. ഷേഡോ ഏജൻസിയുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എവിടെയാണെന്ന് നീ എനിക്ക് ട്രാക്ക് ചെയ്തു തരണം. സയന്റിസ്റ്റ് പറയുന്നു, ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയ ഏജൻസിയാണ് ഷാഡോ ഏജൻസി. അവരെ തോപ്പിക്കാൻ നിനക്ക് പറ്റുമോ? കില്ലർ ബീൻ പറയുന്നു, ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. സയന്റിസ്റ്റ് പറയുന്നു, ഷാഡോ ഏജൻസി പഴയ ഷാഡോ ഏജൻസി അല്ല, എനിക്ക് പോലും ഇല്ലാത്ത
അഡ്വാൻസ് ടെക്നോളജി അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ 4 മണിക്കൂറിലും അവരുടെ ലൊക്കേഷൻ ചേഞ്ച് ആവും. അത്രയും അഡ്വാൻസ് കമ്പനിയാണ്. അവരെ ട്രാക്ക് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു, പക്ഷെ നീ എന്റെ കമ്പ്യൂട്ടർ നശിപ്പിച്ചു, അതുകൊണ്ട് ഇനി പറ്റില്ല എന്ന് കില്ലർ ബീൻ പറയുന്നു. കമ്പ്യൂട്ടറിന്റെ പാർട്സ് നമുക്ക് ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാം. അപ്പോൾ സയന്റിസ്റ്റ് പറയുന്നു, ഇത് അങ്ങനെയുള്ള ഒരു ലോക്കൽ കമ്പ്യൂട്ടർ അല്ല, ഇതിന്റെ പാർട്സ് 2 പേരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് എന്റെ കയ്യിലായിരുന്നു, അതിപ്പോൾ തല്ലിപ്പൊളിഞ്ഞു പോയി. പിന്നെയുള്ളത് ഒരു വലിയ വെപ്പൺ ഡീലറിന്റെ കയ്യിലാണ്. അവന് 2 ബിസിനസ് ഉള്ളത്. ഒന്ന് വെപ്പൺസ് വിൽക്കും, രണ്ടാമത്തേത് ഗെയിമിംഗ് ടൂർണമെന്റ്സ് നടത്തും. ഇത് അവന്റെ വലിയൊരു ബിസിനസ്സാണ്. ഇതിനു വേണ്ടി മാത്രം ഇവൻ ഇത്രയും പവർഫുൾ ആയ കമ്പ്യൂട്ടർ പാർട്സ് യൂസ് ചെയ്യുന്നു. അതിൽ നിന്ന് പാർട്സ് ഊരി കൊണ്ടുവരണം. പക്ഷെ അവൻ വളരെ ഡേഞ്ചറാണ്. കില്ലർ ബീൻ പറയുന്നു, ഞാൻ അത് കൊണ്ടുവരാം. സയന്റിസ്റ്റ് പറഞ്ഞു, ഓക്കെ, പോകുമ്പോ നീ എന്റെ ഡ്രോണ് കൂടി എടുത്തു. ഇതെന്റെ ഒരു പെറ്റ് ഡ്രോണാണ്. ഇവൻ AI ആണ്. ഇവൻ നിന്നോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഇവൻ അലക്സയും അല്ല, ഗൂഗിളും അല്ല. ഇവൻ ഒരു അഡ്വാൻസ് AI ആണ്. ഡ്രോൺ കില്ലർ ബീനോട് പറയുന്നു, നിനക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചാലും നിനക്ക് എന്നെ വിശ്വസിക്കാം. അഥവാ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് നേരെ കുഴിയിലോട്ട് പോവാന്ന് കില്ലർ ബീൻ പറയുന്നു. ഇവൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ ഞാൻ ഇവന്റെ ബാറ്ററി ഊരുവെന്ന് സയന്റിസ്റ്റ് പറഞ്ഞു. ഇവന് ബാറ്ററിയേ ഇല്ലാന്ന്. അങ്ങനെ ഇവര് പോവുകയാണ്. ഇതായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ്. രണ്ടാമത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ്. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വെപ്പൺ ഡീലറെ കാണിക്കുന്നു. പെട്ടെന്ന് ഒരു ലേഡി ബീൻ വന്ന് പറയുന്നു, കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടെന്ന്. ഞാൻ ടൂർണമെന്റ് കളിക്കുന്നത് കണ്ടൂടെ, ആരാടാ വരാൻ പറഞ്ഞത് എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. ലേഡി ബീൻ പറയുന്നു, ഇതൊരു വലിയ ഡീലിംഗ് ഓഫറാണ്. പെട്ടെന്ന് ഇവന്റെ ശ്രദ്ധ തെറ്റി ആ ഒരു ഗെയിം കളി തോറ്റു. ഇവന്റെ കമ്പ്യൂട്ടറിൽ ആരാണ് തന്നെ തോൽപ്പിച്ചതെന്ന് ലൊക്കേഷൻ നോക്കി. എന്നിട്ട് അവിടേക്ക് ഒരു മിസൈൽ അയച്ചിരിക്കുന്നു. അങ്ങനെ ഓപ്പോസിറ്റ് കളിച്ചവന്റെ ഗെയിം ഓവറായി. പെട്ടെന്ന് ലേഡി ബീൻ പറഞ്ഞു, അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അവര് ഡീലേഴ്സിനെ കാണാൻ പോയി. പിന്നീട് നമ്മുടെ കില്ലർ ബീനെ കാണിക്കുന്നു. ആ ഒരു ഡ്രോൺ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. കില്ലർ ബീൻ പറയുന്നു, നമ്മൾ സൈലന്റ് ആയിട്ട് പോയി ആ ഒരു സാധനം എടുത്ത് തിരിച്ചു വരും. ഡ്രോൺ പറഞ്ഞു, നിന്റെ മോന്ത കണ്ടാലറിയാം നീ സൈലന്റ് അല്ല. അവസാനം നിന്നെ ഞാൻ രക്ഷിക്കേണ്ടി വരുമെന്ന് ഡ്രോൺ പറയുന്നു. എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഇനി അഥവാ രക്ഷിക്കാനാണെങ്കിൽ തന്നെ നിന്റെ കയ്യിൽ വല്ല വെപ്പൺ ഉണ്ടോ എന്ന് കില്ലർ ബീൻ ചോദിച്ചു. ഞാൻ ബുള്ളറ്റ് പ്രൂഫാണ്, എന്റെ ബുദ്ധിയാണ് എന്റെ വെപ്പൺ എന്ന് ഡ്രോൺ പറഞ്ഞു. പെട്ടെന്ന് ഡ്രോണിലേക്ക് മറ്റേ സയന്റിസ്റ്റ് കണക്റ്റായി. എന്നിട്ട് കില്ലർ ബീനോട് പറഞ്ഞു, ആ വരുന്നവനാണ് വെപ്പൺ ഡീലർ എന്ന്. പിന്നീട് അവർ തമ്മിൽ സംസാരിക്കുന്നത് കാണിക്കുന്നു. ലേഡി ബീൻ പറയുന്നു, നല്ലൊരു ഡീലിങ്സ് ആയിരുന്നു, നീ എന്താണ് ആ വെപ്പൺ കൊടുക്കാത്തതെന്ന്. നോക്കുമ്പോൾ അവിടെ ഒരു വലിയ റോബോട്ട്. മറ്റവൻ പറയുന്നു, അതൊരു സ്പെഷ്യൽ വെപ്പൺ ആണ്, അതുമാത്രം ഞാൻ ആർക്കും കൊടുക്കില്ല. അങ്ങനെ ഇവര് കസ്റ്റമറിന്റെ അടുത്തെത്തി. നിങ്ങൾ വേണമെങ്കിൽ ഇത് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. ഇതെങ്കിൽ ഇത്, പക്ഷേ 50% ഡിസ്കൗണ്ട് വേണം എന്ന് കസ്റ്റമർ പറഞ്ഞു. പെട്ടെന്ന് മറ്റവൻ, നിനക്കിനി ഡിസ്കൗണ്ട് കൂടി വേണമല്ലേടാന്ന് പറഞ്ഞു. കസ്റ്റമർ അങ്ങ് തട്ടി. കസ്റ്റമറിന്റെ പകുതി തന്നെ അറുത്തുപോയി. പെട്ടെന്ന് വേറൊരുത്തൻ പറഞ്ഞു, എന്താടാ കാണിച്ചത്, നമുക്ക് ഈ മാസം സെയിലേ കിട്ടിയില്ല, കസ്റ്റമറിനെ ഇങ്ങനെ കൊല്ലാൻ പാടുണ്ടോടാ എന്ന് ചോദിച്ചു. അങ്ങനെ അവനും ചത്തു. ആ ഡ്രോൺ പറഞ്ഞു, ഇതാണ് പറ്റിയ സമയം, നമുക്ക് ഇപ്പോ തന്നെ കയറാന്ന്. കില്ലർ ബീൻ പറഞ്ഞു, അവിടെ ഒരു സ്നൈപ്പർ നിൽക്കുന്നുണ്ടെന്ന്. അങ്ങനെ മറ്റവൻ പിന്നെയും ചോദിച്ചു, ഇനി ആരാടാ എന്നെ ചോദ്യം ചെയ്യാനെന്ന്. അവിടെയുള്ള ഒരുത്തൻ പറഞ്ഞു, ദേ ഇവനുണ്ടെന്ന്. അങ്ങനെ അവൻ ചത്തു. ഇനി ആരാടാന്ന് ചോദിച്ചപ്പോൾ മറ്റവൻ ഇപ്പുറത്തുള്ളവനെയും കാണിച്ചു. അങ്ങനെ അവനും ചത്തു. അങ്ങനെ ഇവൻ മാത്രം ബാക്കിയായി. പെട്ടെന്ന് അവൻ വീണ്ടും ചോദിച്ചു, ഇവൻ സ്വയം രക്ഷപ്പെടാൻ പറഞ്ഞു, മുകളിലുള്ളവനെന്ന്. അങ്ങനെ സ്നൈപ്പറും ചത്തു. ഇത് എല്ലാവർക്കും ഒരു പാഠമാവട്ടെ എന്ന് പറഞ്ഞ് മറ്റവൻ പോയി. ഇതാണ് പറ്റിയ ചാൻസ് എന്ന് പറഞ്ഞ് കില്ലർ ബീൻ ഓടി വരികയാണ്. കില്ലർ ബീൻ സൈലന്റ് ആയി കുറെ എണ്ണത്തിനെ കത്തിയെറിഞ്ഞിട്ടു. പക്ഷെ ഒരുത്തൻ കില്ലർ ബീനെ കണ്ടു. പിന്നീട് രണ്ടുപേരും ഷൂട്ടിംഗ് തുടങ്ങി. പെട്ടെന്ന് ഇവര് കില്ലർ ബീനെ കണ്ടു. ഇവൻ പറയുകയാണ്, ഇത് കില്ലർ ബീൻ അല്ലേ? കില്ലർ ബീന്റെ കൂടെ ഡ്രോൺ ഉണ്ടെങ്കിൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ. ഈ ഡ്രോൺ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, ഇത് മറ്റവൻ തന്നെയാണ്. ഇനി കില്ലർ ബീൻ തിരിച്ചു പോകരുത് എന്ന് ഇവൻ പറയുകയാണ്. പെട്ടെന്ന് ലേഡി ബീൻ സ്നൈപ്പർ എടുത്ത് കില്ലർ ബീനെ ഷൂട്ട് ചെയ്തു. ഇവിടെ വെച്ചാണ് സെക്കൻഡ് എപ്പിസോഡ് കഴിഞ്ഞത്. പിന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ഇന്ത്യൻ ചാനലിൽ നിന്ന് പണി കിട്ടിയത്. പിന്നീടുള്ള എല്ലാ എപ്പിസോഡും ക്യാൻസൽ ചെയ്തു. ഇതുകൊണ്ട് നമുക്ക് ഷാഡോ ഏജൻസിയുമായുള്ള ആ ഒരു ഫൈറ്റ് കാണാൻ പറ്റിയില്ല. എന്തായാലും നിങ്ങൾ മറ്റൊരു വീഡിയോയിലേക്ക് പോകാൻ പോവുകയാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതും കൂടി കേൾക്കാം. നമ്മുടെ കില്ലർ ബീന് പോലും തോപ്പിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്. ആളെ കാണാൻ നമ്മൾ കേരളത്തിൽ 100 കണക്കിന് കൊല്ലം പുറകിലോട്ട് വരണം. അന്ന് അവിടെ ഒരാളുണ്ടായിരുന്നു, സൂപ്പർ നാച്ചുറൽ പവറുകളുള്ള ഒടിയൻ വേലായുധൻ. ഒടിയൻ വേലായുധൻ വളരെ ക്രൂരനായ ഒടിയനാണ്. ഭൂമിയിലെ അവസാന ഒടിയനുമാണ്. ഈ ഒടിയന്മാർ ഒടിയനാവുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, ചെവിയിൽ ഒരു ക്രൂരമായ എണ്ണ തേക്കും. ഒരു കള്ളന്റെ കയ്യിൽ ഈ ഒരു എണ്ണ കിട്ടും. കള്ളന്റെ വീട്ടിൽ പാവമായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ.
ഈ എണ്ണ എങ്ങനെ കിട്ടിയെന്നാൽ ഒടിയൻ വേലായുധൻ ഒരു ദിവസം ഒരു തെങ്ങിന്റെ ചോട്ടിലിരുന്നു മന്ത്രങ്ങളെല്ലാം ചൊല്ലി രൂപം മാറുകയായിരുന്നു. കള്ളൻ തെങ്ങിന്റെ മുകളിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ മന്ത്രങ്ങളെല്ലാം കേട്ടുപിടിച്ചു. ഉപേക്ഷിച്ച എണ്ണ കുപ്പിയും എടുത്തു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ഒടിയൻ വന്ന കാര്യം യഥാർത്ഥ ക്രൂരനൊടിയനായ ഒടിയൻ വേലായുധൻ പിന്നീട് തിരിച്ചറിഞ്ഞു. ഒടിയൻ വേലായുധന്റെ രീതി എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലാൻ ഉദ്ദേശിച്ച ആളുകളുടെ വീട്ടിലുള്ളവരെ ആയിരിക്കും ആദ്യം കൊല്ലുക, അവസാനമേ ഇവനെ കൊല്ലുകയുള്ളൂ. അങ്ങനെ 5 ദിവസത്തിനുള്ളിൽ ഒടിയൻ വേലായുധം വരാൻ പോവുകയാണ്. കള്ളൻ അമ്മ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷിച്ചേ പറ്റൂ. കള്ളൻ ഒരു കാര്യം അറിയാം, ഒടിയൻ വേലായുധം മാത്രമല്ല ഇന്ന് ഒടിയൻ, ഇന്ന് തനിക്കും ഒരു ഒടിയനാവാൻ പറ്റും. അങ്ങനെ 2 ഒടിയന്മാർ തമ്മിലുള്ള ഒരു ഹൊറർ ത്രില്ലർ ബുക്കാണിത്. ഇതൊരു ഗ്രാഫിക് നോവലാണ്. അതായത് ഓരോ സീൻ കഴിയുമ്പോഴും അതിന്റെ ഒരു ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു സിനിമ കണ്ട ഫീല് കിട്ടും. പ്രത്യേകിച്ച് ലാഗൊന്നുമില്ല, തുടക്കം മുതലേ ഓട്ടമാണ്. അപ്പോൾ ഇതാണ് മാൻകൈൻഡ് കമ്പനിയുടെ ഒടിയൻ വേലായുധൻ. ഈ ബുക്കിന്റെ പേര് തന്നെ വില്ലന്റേതാണ്. ഒടിയൻ വേലായുധൻ ഒരു മാസ് വില്ലനാണ്. നമ്മൾ മൊബൈലിന്റെ സ്ക്രീൻ ടൈം അല്പം കുറച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ബുക്കുകളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് തന്നെ നല്ലതാണ്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ബുക്ക് ലവ് സൈറ്റിലേക്ക് വരാം. മാൻകൈൻഡിന്റെ ഒഫീഷ്യൽ സൈറ്റാണ് ബുക്ക് ലവ്. ഇവിടെ നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ് ലൈൻ 1-ലോ 2-ലോ ഏതെങ്കിലും ഒരെണ്ണത്തിലെ അഡ്രസ്സും കൊടുക്കാം. ഫ്ലിപ്കാർട്ട്, ആമസോണിലെല്ലാം ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈസിയായി കോപ്പി പേസ്റ്റ് അടിക്കാം. ഇപ്പോൾ പ്രീ ഓർഡർ കൊടുക്കുന്നവർക്ക് ബുക്കിന് പുറമെ പോസ്റ്റ് കാർഡും ബുക്ക് മാർക്കും ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക.